നെക്കിക്കൊന്ന ജനതയില്ല ജയ് ജയ് ആദിവാസി സംഘടനകൾ, ജയ് ജയ് DSS. Open Council. Jai Tribal Sangam. ഞങ്ങളുടെ രക്ഷ ഉറപ്പ് വരുത്താൻ 100 നിയമങ്ങൾ, ഞങ്ങളുടെ ശാപം ഉറപ്പ് വരുത്താൻ 100 കണക്കിന് പദ്ധതികൾ, ഞങ്ങളുടെ ക്ഷേമം ഉറപ്പ് വരുത്താൻ 100 കണക്കിന് പദ്ധതികൾ. ഉന്നത സർക്കാർ ഉടമകളെ ചവിട്ടി മെതിക്കാൻ നോക്കേണ്ട. ഉന്നത സർക്കാർ ഉടമകളെ, ജയ് ആദിവാസി സംഘടനകൾ, ജയ് ജയ് ആദിവാസി സംഘടനകൾ, ജയ് ജയ് DSS, ജയ് ജയ് ESS, ജയ് ജയ് DSS, ജയ് ജയ് ധാക്കര സംഘം, ജയ് ജയ് ധാക്കര സംഘം, ജയ് ജയ് വനവാസി വികാസ കേന്ദ്രം, ജയ് ജയ് വനവാസി വികാസ കേന്ദ്രം. അവകാശങ്ങൾ നേടിയെടുക്കാൻ, ജയ് ജയ് ആദിവാസി സംഘടനകൾ, ജയ് ജയ് ആദിവാസി സംഘടനകൾ, ജയ് ജയ് DSS, ജയ് ജയ് DSS, ജയ് ജയ് മുപ്പട്ടോൾ, ജയ് ജയ് മുപ്പട്ടോൾ, ജയ് ജയ് ധാക്കര സംഘം, ജയ് ജയ് ധാക്കര സംഘം. മല്ലീശ്വരന്റെ മണ്ണിൽ മക്കൾ, നടപ്പിലാക്കുക. ESP ഫണ്ട് ഓഫീസ് വഴി നടപ്പിലാക്കുക. നാട്ടിലെ നിലനിർത്തുക. കാർഷിക പാക്കേജ് കാർഷിക വഴി നടപ്പിലാക്കുക. ESP ഫണ്ട് ഓഫീസ് വഴി നടപ്പിലാക്കുക. കാർഷിന്റെ നീട്ടിത്തരുക. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ശിവരാമൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ഏകരാഗ്രഹമായി ഇരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആദ്യമായി
സ്വാഗതമാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അട്ടപ്പാടിയിലെ മൂപ്പൻ കൗൺസിൽ പ്രസിഡന്റ് ശ്രീ കാളി മൂപ്പൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദിവാസി മൂപ്പന്മാരെ 10-15 വർഷക്കാലം ഒരു ആഫീസ് ജപ്പാൻ ആഫീസ് വന്നിട്ട് ഇവിടെ പല ജോലികളെല്ലാം കുട്ടികൾ നമുക്ക് ജോലി പിള്ളേർക്കെല്ലാം കൊടുത്തിട്ടാണ്. അതിനാണ് ഇപ്പോൾ ആഫീസ് നമുക്ക് മുടങ്ങാതെ കൊണ്ട് നമുക്ക് പിള്ളേർക്ക് ജോലിയില്ലാതെ ഒന്നില്ലാതെ പോയിട്ടുള്ള ഒരു സിനിമ വന്നിരിക്കുന്നു. വീണ്ടും 10, 20, 56 ഊര് പെട്ടിരിക്കാറ്. ബാക്കി ഊര് പെട്ടല് 56 ഊരിലൂടെ നമുക്ക് ഇത് പൂരിപ്പിച്ച് തരാൻ വരാവത് നമുക്ക് ഇത് ജപ്പാൻ ഓഫീസിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് നാം നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഒരു അനുഭവം നാം മൂപ്പന്മാരോട് നാം കേട്ടുകൊണ്ടു എന്റെ വാക്കാണ്. കൂടുതൽ കാര്യങ്ങൾ അവരെല്ലാം അഗാഡത്തിന്റെ വികസനത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് നേട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സഹായവും ഈ മദ്യം മയക്കുമരുന്നും ചാരായം കുട്ടികളുടെ സ്ത്രീകളുടെ അതിക്രമങ്ങൾ എതിർക്കുന്നതിനും എല്ലാത്തിനും അഗാഡ്സാണ് സഹായിച്ചത്. ആരും നമുക്ക് സഹായിച്ചിട്ടില്ല. ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകൾ അഗാഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള 1986 കേരള നിയമസഭയിലെ ഭൂപരിഷ്കരണ നിയമം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഏകദേശം 2.5 ഹെക്ടർ സ്ഥലത്തിനും മുകളിലും സ്ഥലമുള്ള ഈ ഭൂമിയുടെ അവകാശികളാണ് ആദിവാസികൾ എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള നിയമസഭയിലെ ഭൂപരിഷ്കരണ നിയമം പാസാക്കുകയും ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ട് റീസർവേ നടക്കുമ്പോൾ അട്ടപ്പാടിയിലെ 1996 തൊട്ട് തുടങ്ങി ഇപ്പോൾ 2002 മുതൽ തുടങ്ങി ഈ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ തൈ വിദ്യകളും കാട് സംരക്ഷണവും ഈ വനത്തിനെ സംരക്ഷിക്കുന്നതോടൊപ്പം അതിൻ്റെ ഈ കാട്ടുതീ പ്രതിരോധനം എന്ന് തുടങ്ങി പലതരത്തിലും കാടിനെ സംരക്ഷിച്ചിരുന്ന ആചരണങ്ങൾ ഈ ഡിസംബറോടുകൂടി യാതൊരു കാരണവും കൂടാതെ പിരിച്ചുവിടണമെന്നുള്ള ഉത്തരവ് നമ്മുടെ കുടുംബ മേഖലയിലെ ആരോഗ്യത്തെ രംഗരാണ്. നമ്മുടെ ഈ കുടുംബ മേഖലയിൽ ഓഫീസ് വഴി മാറ്റാതെ അടയ്ക്കലേ പറ്റുള്ളൂ. അതാർത്തിന്റെ ഇത്രയും ഞങ്ങള് പുറത്ത് ഭാഗങ്ങൾ കാണാനുള്ള വഴിവെച്ചാൽ ഞങ്ങളെ അകാർത്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പുറലോകം കാണാനും ഡൽഹി വരെ എത്തേണ്ട കഴിയും എന്നതും ഇത് അകാർത്തിന്റെ വഴിക്കാണ്. അട്ടപ്പാടി വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു വികസന പദ്ധതി പോലും ഇതുവരെ നിലനിൽപ്പില്ല. ഒരു വികസന പദ്ധതി പോലും ഫാം തുടങ്ങി, SFS തുടങ്ങി, ഇറിഗേഷൻ തുടങ്ങി, ഗോഡ് ഫാം തുടങ്ങി, ഈ കണ്ട വികസനം മൊത്തം ഇതുവരെയായി ഒരു വികസനം പോലും അട്ടപ്പാടി വികസിക്കുന്നില്ല. ಕಾಂಟ್ರಾಕ್ಟ್ಗಾರ ತಿಂದು ಹೋಗ ಏನಾದ್ರು ನಮ್ಮ ತಾಳ ತಿಂಗಿಟ್ಟೆ ಈ OVS ಅವನ ತಿಂದ ನಮ್ಮ വിത്ത് തിങ്കൾക്ക് ഒരു സമമാക്കും. അപ്പൊ OVS-ക്കാരെ അച്ഛ സെകമട്ട OVS-ലുള്ള ജനകീയ സമിതിക്കാരെ അച്ഛ സെകമട്ടാറ്. അപ്പൊ എവിടെ നടന്നത് ഇത് ഈ നമുക്ക് അകാഡ്സ് ജനകീയ സമിതികളെ കേട്ട இதுக்கு முதல் நடந்தது என்னன்னா திரிமறிகள் நடந்திருக்குது அவருக்கு நல்லா தெரியும். இதுன்னு நாம் யாரும் சொல்ல வேண்டியதில்லை. இதுக்கு முதல்ல என்ன செய்திருக்காரு 10 தடவை சூரிய புதுக்கி தரக்கு 10,000 വെച്ച് 10 தடவை இருந்தார். அதே சமயத்து அகாட்ஸ் என்ன செய்திருக்குது ஒரு புதிய கூரை கட்டி தந்திருக்கு. ഈ 10 தடவை പുതുക്കി തരുക കാശിനെ വെച്ച് ഒരു പുതിയ കൂര കൊടുക്കില്ലാമില്ലേ? അത് ശരിയാണ്. കാരണം ഈ പുതുക്കുകാരില് അവർ കൊഞ്ചം കാശ് കിടക്കും. പുതിയ കൂര കെട്ടിന OVS കെട്ടിന അവർ കാശ് കിടക്കാം. 1996 ജപ്പാൻ ധനസഹായത്തോടെ അട്ടപ്പാടിയിൽ 219 കോടി അനുവദിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി അട്ടപ്പാടിയുടെ വനവൽക്കരണം, ആദിവാസി വികസനം, ആരോഗ്യ വികസനം, മറ്റ് നാനാതരത്തിലുള്ള വികസനത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി അട്ടപ്പാടിയിൽ ആരംഭിച്ച് ഇന്നേക്ക് 15 വർഷം കഴിഞ്ഞു. 2011 ഡിസംബർ 31 തീയതിയോടുകൂടി അഗാഡ്സ് പദ്ധതി
നിർത്തലാക്കുന്നതായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത്. ആയതിലേക്ക് അഗാഡ്സിനെ ഒരു ഏജൻസിയായി നിലനിർത്തിക്കൊണ്ട് ജനകീയ സമിതി വഴിയും ഊരുവികസന സമിതി വഴിയും അട്ടപ്പാടിയിലേക്ക് ഇനി വരാൻ പോകുന്ന പദ്ധതികൾ, കുറുമ്പ പദ്ധതി 19 ഊരുകൾക്ക് വേണ്ടി കുറുമ്പ ആദിവാസികൾക്ക് 148 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ളത്. അതേപോലെ അട്ടപ്പാടി ആദിവാസി സമൂഹത്തിന് വേണ്ടി കാർഷിക പാക്കേജ് എന്ന സംവിധാനവും ഉണ്ടായിട്ടുണ്ട്. ഈ പാക്കേജുകളും അട്ടപ്പാടിയിലെ അഗാഡ്സിനെ നിലനിർത്തിക്കൊണ്ട് ഊരുവികസന സമിതി, ജനകീയ സമിതി വഴി വികസനം നടപ്പിലാക്കണമെന്നാണ് ഗിരിജൻ സേവക സമിതി പറയുന്നത്.